നമ്മുടെ മോർണിംഗ് വാക്ക് എന്ന് പറയുന്ന പ്രോഗ്രാമിന്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് വാർത്ത, രണ്ടാമത്തെ ഉദ്ദേശം എന്ന് പറയുന്ന ആരോഗ്യ സംരക്ഷണം, അത് മാനസിക ശാരീരിക ആരോഗ്യ സംരക്ഷണം. മൂന്നാമത്തേതെന്ന് പറഞ്ഞാൽ പുതിയ പുതിയ കാഴ്ചകൾ കാണിച്ചു കൊടുക്കുക. നാലാമത്തേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ശീലങ്ങളിലേക്ക് നമ്മൾ പോകുക, മറ്റുള്ളവരെയും അത്തരം ശീലങ്ങളിലേക്ക് കൊണ്ടുവരിക. അതുകൊണ്ട് തന്നെ ഈ കമന്റ് ബോക്സിൽ വന്ന് നെഗറ്റീവ് കമന്റ്സ് പറയുക എന്ന് പറയുന്ന ഒരു ചീത്ത ശീലമാണ്, നല്ല ശീലമല്ല എന്ന് പറയാം. നമ്മളെ അല്ല പറഞ്ഞിരിക്കുന്നത്, പൊതുവെ പറയുന്ന കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആണെങ്കിൽ പോലും ആൾക്കാർ പല വിധത്തിലാണല്ലോ ചേച്ചി, നമുക്ക് പല രീതിയിലാണ് ആൾക്കാരെ പ്രതികരിക്കുന്നത്. നമുക്ക് പൊതുവായി കാര്യങ്ങൾ പറയാം എന്ന് മാത്രമേ ഉള്ളൂ. അതെ, അപ്പോ നമ്മളുള്ള സ്ഥലം ഒന്ന് പറയണ്ടേ? നമ്മൾ കാക്കനാട് ഈ NGO ക്വാർട്ടേഴ്സ് സർക്കിളിൽ നിന്ന് മാറി കുറച്ച് മാറിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു കുഞ്ഞു പാർക്കുണ്ട്. ഈ ഭാഗങ്ങളിലൊക്കെ വന്ന ആൾക്കാർക്ക് അറിയാം. നമ്മൾ ഈ സ്ഥലങ്ങളെ പരിചയപ്പെടുത്തുകൂടി ചെയ്യുന്നുണ്ടല്ലോ പലരും. നമ്മൾ എവിടെയാണ് പോകുന്നത്, നമ്മൾ ഈ സ്ഥലം എവിടെയാണെന്നൊക്കെ ചോദിക്കാറുണ്ട്. ഇപ്പോൾ കാക്കനാട് NGO ക്വാർട്ടേഴ്സ് തൊട്ടടുത്തുള്ളൊരു കുഞ്ഞു പാർക്കാണ്. അത്യാവശ്യം ചെറിയ കുട്ടികൾക്കൊക്കെ വന്ന് ഇരിക്കാനും കളിക്കാനൊക്കെ പറ്റിയ ഒരു കുഞ്ഞു പാർക്കാണ്. ഇരിക്കാനൊക്കെ നല്ല ഇരിപ്പിടങ്ങളൊക്കെ ഉണ്ട്. പിന്നെ മരം ഇങ്ങനെ പടർന്ന് പന്തലിച്ച് കിടപ്പുള്ളതുകൊണ്ട് നല്ല തണലുണ്ടാവും. ഇരിപ്പിടങ്ങളുടെ ഷേപ്പ് ശ്രദ്ധിച്ചോ? അതായത് നമ്മൾ മരം എങ്ങനെയാണ് മുറിച്ചാൽ അത് ആ റോ ആയിട്ട് തന്നെ ആണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ അങ്ങനെ മനോഹരമായ ഇരിപ്പിടങ്ങളാണ് സജ്ജമാക്കിയിരിക്കുന്നത്. അതെ, അപ്പൊ ഇങ്ങനെ ഒരു സൂത്തിങ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റിയ എന്തായിരിക്കും? ഒരു പാട്ടാണ്, ബീന ജയ് പറയുന്നുണ്ട് ഒരു പാട്ട്. എൻ്റെ കൂടെ ഒരു സ്ഥിരം ഗായകനുണ്ട്, അപ്പോൾ പ്രജനും പാടും. പക്ഷെ ഇപ്പോൾ നമ്മൾ പോകുന്നത്, നമ്മളൊരു പാട്ടൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെയൊക്കെ ചെറിയ സമയത്ത് ചെറുപ്പകാലത്ത് വന്ന ഒരു പാട്ടുണ്ട്, നമ്മളെയൊക്കെ ഇഷ്ടപ്പെട്ട പാട്ട്. അത് ഇപ്പോഴും അതേ തീവ്രതയോടുകൂടെ ആൾക്കാർ ഏറ്റെടുക്കുന്നു. അത് കേൾക്കുമ്പോൾ ഒന്നിച്ച് എൻജോയ് ചെയ്യുന്നു. അപ്പൊ ആ കാഴ്ച തന്നെ ഒരു ഭംഗിയാണ്. നമുക്ക് അടുത്ത വാർത്തയിലേക്ക് പോകാം. നമ്മൾ ഇന്ന് മോർണിംഗ് വാക്ക് തുടങ്ങിയപ്പോൾ ആ സമയത്ത് നമ്മളൊരു വലിയ പപ്പാങ്ങിയെ കാണിച്ചതാണ്. ആദ്യമേ നമ്മുടെ കൂടെയുള്ള പ്രേക്ഷകർ അത് കണ്ടു കാണും. അത് കാക്കനാട് ഈ പറയുന്ന NGO ക്വാർട്ടേഴ്സ് ജംഗ്ഷനിലുള്ള ആ സർക്കിളിലുള്ള പപ്പാങ്ങിയാണ്. പക്ഷേ കൊച്ചിയെക്കുറിച്ച് പറയുമ്പോൾ പുതുവത്സരാഘോഷങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അട്രാക്ഷനാണ് ഈ കൊച്ചി കാർണിവലും പിന്നെ പപ്പാങ്ങിയെ കത്തിക്കലും ഒക്കെ. 2 ഗ്രൗണ്ടുകളുണ്ട്, വെളി ഗ്രൗണ്ടും പരേഡ് ഗ്രൗണ്ടും. അവിടെ 2 പപ്പാഞ്ഞ കത്തിക്കാറുണ്ട്. പക്ഷെ ഇത്തവണ അതൊരു മാറ്റമുണ്ട്. ആ വാർത്തയിലേക്കാണ് നമ്മൾ ഇനി കിടക്കുന്നത്. ഫോർട്ട് കൊച്ചി പരേഡ് മൈതാനത്ത് പപ്പാഞ്ഞയെ കത്തിക്കുന്നതും പുതുവത്സര റാലിയും റദ്ദാക്കി. അത് കഴിഞ്ഞ ദിവസമാണ് ആ വാർത്ത വന്നത്. മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ നിര്യാണത്തെ തുടർന്ന് ഔദ്യോഗിക ദുഃഖാചരണം പ്രഖ്യാപിച്ച സാഹചര്യത്തിലാണ് ഈ തീരുമാനമെടുത്തത്. അതെ, വിഷ്ണു സുരേഷാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. വിഷ്ണു, ഗുഡ് മോർണിംഗ്. ഈ ഫോർട്ട് കൊച്ചി കാർണിവൽ കമ്മിറ്റിയുടെ ആഘോഷങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട്. അതേസമയം ഗാല ഡി ഫോർട്ട് കൊച്ചിയുടെ നേതൃത്വത്തിൽ പരിപാടികൾ നടക്കുമെന്നാണല്ലോ അറിയുന്നത്. ഏത് രീതിയിലാണ് ഈ പരിപാടികൾ ക്രമീകരിച്ചിട്ടുള്ളത്? നിരവധി പേരാണ് ഫോർട്ട് കൊച്ചിയിലെ ഈ കാർണിവൽ കമ്മിറ്റിയുടെ ഔദ്യോഗിക ആഘോഷത്തിന് വേണ്ടി സാധാരണഗതിയിൽ ഫോർട്ട് കൊച്ചിയിലേക്ക് എത്താറുള്ളത്. പക്ഷേ ഇത്തവണ അവർ നടത്തുന്ന ഈ പുതുവർഷാഘോഷ റാലിയും ഈ പപ്പാഞ്ഞയെ കത്തിക്കുന്നതും ഉപേക്ഷിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട കാര്യം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മൻമോഹൻ സിംഗിന്റെ മരണമാണ്. എന്നാൽ മറ്റൊരിടത്ത്, അതായത് വെളി ഗ്രൗണ്ടിൽ ഗാലാഡി ഫോർട്ട് കൊച്ചിയുടെ നേതൃത്വത്തിൽ പപ്പാഞ്ഞിയെ കത്തിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അവർ അതുമായി ബന്ധപ്പെട്ടുള്ള നിയമ നടപടികളൊക്കെ വിജയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഹൈക്കോടതി തന്നെയാണ് അവർക്ക് അത്തരത്തിൽ അവിടെ പാപ്പാഞ്ഞിയെ കത്തിക്കാം എന്നൊരു നിർദ്ദേശം നൽകിയത്. ഇതിനോടകം തന്നെ അവിടെ പാപ്പാഞ്ഞിയെ ഒരുക്കിയും കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം 500-ലധികം വരുന്ന പോലീസുകാരാണ് ഇവിടെ സുരക്ഷയ്ക്കായി എത്തുക. ഒരു 2 ലക്ഷത്തിലധികം വരുന്ന ആളുകൾ ഫോർട്ട് കൊച്ചിയുടെ ഈ പുതുവർഷാഘോഷത്തിലേക്ക് എത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. കാർണിവൽ കമ്മിറ്റി നടത്തുന്ന പരിപാടികൾ ഇല്ലെങ്കിലും കൊച്ചിയിലെ പുതുവർഷ ആഘോഷ പരിപാടികൾക്ക് ഒരു കുറവും ഉണ്ടാകില്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാനാകും. ക്രിസ്റ്റീന, ശരി. അപ്പോ ആഘോഷത്തിനൊരു കുറവുണ്ടാവില്ല എന്നാണ് വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് പറയുന്നത്. അതെ, ഗാലാഡി ഫോർട്ട് കൊച്ചി അവരുടെ ആഘോഷ പരിപാടികളൊക്കെ നടക്കും. എന്തായാലും ഒരു കാര്യം ഓർക്കണം, തിരക്ക് അതൊരു വലിയ പ്രശ്നമാണ്. എല്ലാവരും ശ്രദ്ധിച്ചൊക്കെ പോവുക. അതെ, എല്ലാ വർഷവും നമ്മൾ അത് കാണുന്നുള്ളതാണ്. അഭൂതപൂർവമായ തിരക്കായിരിക്കും ഉണ്ടാവുക. ഞാൻ ഒരു കാര്യം കൂടെ പറയാം. അതായത് ഇത്തവണത്തെ ഈ കാർണിവൽ കമ്മിറ്റിയുടെ ആഘോഷങ്ങൾ ഇല്ലാത്തതുകൊണ്ട് എല്ലാവരും ഇതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതെ, അവിടെ നിയന്ത്രിക്കാൻ പോലീസ് ഉണ്ടാവും. ആ പോലീസുകാർ എന്താണോ പറയുന്നത് അത് അനുസരിച്ച് വളരെ അച്ചടക്കത്തോട് മാത്രം ഈ ആഘോഷങ്ങളിൽ പങ്കെടുക്കുക. നമ്മുടെയും മറ്റുള്ളവരുടെയും ജീവൻ അത് സുരക്ഷിതമായിരിക്കണം എന്ന പ്രതിജ്ഞയോടുകൂടെ ആഘോഷിക്കാൻ പോവുക. വെൽക്കം ബാക്ക്. അപ്പോൾ മോർണിംഗ് വാക്കിൽ നമ്മളിങ്ങനെ നടന്ന് കാക്കനാട് ഈ NGO ക്വാർട്ടേഴ്സ് ജംഗ്ഷനിലേക്ക് നടക്കുകയാണ്. ഇപ്പോൾ നമുക്ക് പുറകിലുള്ള പാർക്ക്, കുഞ്ഞു പാർക്കിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി സമയം 6:40. അതെ, വീണ്ടും നമ്മൾ തിരികെ മെയിൻ, അതായത് സർക്കിളിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് വാർത്തകളും കൊടുക്കണമല്ലോ അല്ലേ? അതെ അതെ, വാർത്തകളിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എറണാകുളം അങ്കമാലി അതിരൂപത കുർബാന തർക്കം രൂക്ഷമാകുന്നതിനിടെ വൈദികർക്കെതിരെ നടപടി പൂർണ്ണമായും അവഗണിക്കുമെന്ന് വിമത വിഭാഗം പറയുന്നു. അത് കഴിഞ്ഞ ദിവസം തന്നെ വ്യക്തമാക്കിയതാണ്. ആ നടപടി ആ രീതിയിൽ ശരിയല്ല എന്നാണ് വിമത വിഭാഗത്തിന്റെ അഭിപ്രായം.
അതിരൂപത സംരക്ഷണ സമിതിയുടെയും അൽമായ മുന്നേറ്റത്തിന്റെയും നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിരുന്നു. എന്നാൽ അപ്പോസ്തലിക് അഡ്മിനിസ്ട്രേറ്ററിനെതിരെ നിയമ നടപടികളുമായി മുന്നോട്ട് പോകാനാണ് ഇപ്പോഴത്തെ ആലോചന. ബസിലിക്ക അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്ന ഫാദർ വർഗീസ് മണവാളൻ, ഫാദർ ജോഷി വേഴപ്പറമ്പിൽ, ഫാദർ തോമസ് വാളൂക്കാരൻ, ഫാദർ ബെന്നി പാലാട്ടി എന്നിവരെ ചുമതലയിൽ നിന്ന് മാറ്റി ഉത്തരവിറക്കിയിരുന്നു. ഇവർ ചുമതലയിൽ നിന്ന് മാറി നിൽക്കാത്തതോടെയാണ് നടപടി ഘടിപ്പിക്കാനുള്ള സിറോ മലബാർ സഭയുടെ തീരുമാനം. ഇനി മറ്റൊരു വാർത്തയിലേക്ക് പോകാം. ഈ ക്ഷേമ പെൻഷൻ തട്ടിപ്പ് 24 പുറത്തുകൊണ്ടുവന്നൊരു വാർത്തയാണ്. അപ്പോൾ അതിൽ നടപടി ഉണ്ടാകും എന്ന് നേരത്തെ അറിയിച്ചിരുന്നു. ആ നടപടിയിലേക്ക് സർക്കാർ കടന്നിരിക്കുന്നു. ഓരോരോ വകുപ്പുകളിലായി നടപടി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. കൃഷി വകുപ്പിൽ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്, 29 ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തിരുന്നു. കൈപ്പറ്റിയ ക്ഷേമ പെൻഷൻ തുക പലിശ സഹിതം തിരിച്ചടയ്ക്കാനും നോട്ടീസ് നൽകിയിട്ടുണ്ട്. റവന്യൂ മൃഗസംരക്ഷണ വകുപ്പുകൾക്ക് പിന്നാലെയാണ് കൃഷി വകുപ്പും ക്ഷേമ പെൻഷൻ തട്ടിയെടുത്തവർക്കെതിരെ നടപടിയെടുത്തത്. ഇതോടെ ക്ഷേമ പെൻഷൻ കൈപ്പറ്റിയതുമായി ബന്ധപ്പെട്ട നടപടി നേരിട്ട് സർക്കാർ ജീവനക്കാരുടെ എണ്ണം 145 വിവിധ വകുപ്പുകൾ സസ്പെൻഷന് മുന്നോടിയായി ജീവനക്കാരോട് കാരണം കാണിക്കൽ നോട്ടീസ് നൽകി കഴിഞ്ഞു. ഇത് ലഭിക്കുന്നതിനനുസരിച്ചാകും കൂടുതൽ നടപടി. 1458 സർക്കാർ ജീവനക്കാർ ക്ഷേമ പെൻഷൻ വാങ്ങിയിരുന്നതായാണ് ധനവകുപ്പിന്റെ റിപ്പോർട്ട്. അപ്പോൾ പല നമ്മുടെ സ്പോർട്സ് പ്രേമികളൊക്കെ ചോദിക്കുന്നുണ്ട്, എന്താണ് സന്തോഷ് ട്രോഫിയെ കുറിച്ചൊന്നും പറയാത്തതെന്ന്. അതെ, നമ്മുടെ സിദ്ധാർത്ഥ കൃഷ്ണ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, ഈ പറയുന്നത് പോലെ തന്നെ നമ്മുടെ ടീമിന് ഒരു അഡ്വാൻസ് വിഷ് കൊടുക്കണം. അപ്പോൾ ഇത്തവണ കപ്പടിച്ചാൽ നമ്മളതൊരു വലിയ നേട്ടം തന്നെയായിരിക്കും. സെമിയിൽ കടന്നിട്ടുണ്ട്. സന്തോഷ് ട്രോഫി കേരള ടീമിന്റെ കാര്യമല്ലേ പറയുന്നത്? ഓക്കെ, എനിക്ക് പറഞ്ഞു തന്നപ്പോൾ പ്രജിന്റെ മുഖഭാവം കൂടെ കണ്ടപ്പോൾ ഒരു സംശയം. നമ്മൾ ഇന്ന് ഫൈനൽ ലക്ഷ്യമിട്ട് ഇന്ന് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ഒരു വലിയ പ്രതീക്ഷ നമുക്കുണ്ട്. രാത്രി 7:30 ഹൈദരാബാദിൽ നടക്കുന്ന സെമി പോരിൽ മണിപ്പൂരാണ് നമ്മുടെ എതിരാളികൾ. ഗ്രൂപ്പ് റൗണ്ടിൽ അപരാജിതരായ കേരളം ക്വാർട്ടറിൽ ജമ്മു കശ്മീരിനെയാണ് തോൽപ്പിച്ചത്. അപ്പോൾ 8ാം കിരീടമാണ് നമ്മൾ ലക്ഷ്യമിടുന്നത്. പോരട്ടെ, 8ാമത്തെ ഗപ്പും ഇങ്ങോട്ട് തന്നെ പോരട്ടെ. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ നമ്മോടൊപ്പം ഉണ്ട്. 6 മണി മുതൽ 7 മണി വരെയുള്ള ഈ മോർണിംഗ് ഷോയ്ക്ക് എത്ര പ്രൊഡ്യൂസേഴ്സ് ആണുള്ളത്? ക്രീപ്ര, ബിനാജി അടിച്ചു വെച്ചേക്കുന്നത് ഒരുപാട് പേരുണ്ട്. സനുവുണ്ട്, ആന്റണി ഉണ്ട്, അരുണുണ്ട്, അമലുണ്ട്, വിഷ്ണു ഉണ്ട്, അങ്ങനെ നിരവധി പേരുണ്ട്. എല്ലാവരുടെയും പേര് പെട്ടെന്ന് ഓർമ്മ. മാത്രമല്ല അത് അവിടെ ഒരു വലിയ ടീമാണ്. ഈ പറയുന്ന പോലെ ഇവര് നമുക്ക് കമാൻഡ് ചെയ്യുന്ന ആൾക്കാരും അവിടെ നമ്മുടെ ഓരോരോ ക്യാമറയിലെ ദൃശ്യങ്ങൾ മാറി മാറി നിങ്ങളിൽ എത്തിക്കുന്ന സ്വിച്ചേഴ്സ് ഉണ്ട് അവിടെ. സിബിനും ആൽവിനും സജോയും അനൂപും ഒക്കെ ചേർന്നാണ് അതൊക്കെ ചെയ്യുന്നത്. പിന്നെ ഗ്രാഫിക്സ് നിങ്ങൾ കാണുന്ന നമ്മുടെ ടെക്സ്റ്റും കാര്യങ്ങളൊക്കെ അത് കൃത്യമായി തെറ്റുകൂടാതെ ഫയർ ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു ഗ്രാഫിക്സ് ടീമുണ്ട്. അങ്ങനെ ആ ഒരു വലിയ ടീമാണ്. നമ്മുടെ രമേശ് പറയുന്നു, പ്ലീസ് കം ടു പാലക്കാട് കൊല്ലങ്കോട്. പാലക്കാട്ടെ കൊല്ലങ്കോട്ടേക്ക് വരണം എന്ന് പറയുന്നു. കെ ശിവദാസ് ഹാപ്പി സൺഡേ പറയുന്നുണ്ട്. ഇന്ന് പറഞ്ഞില്ല കാര്യം, അതായത് പ്രേക്ഷകർക്ക് കൂടി നമുക്ക് സജഷൻസ് അയക്കാം. അതായത് എവിടെയാണ് നമ്മൾ വരേണ്ടത്, ഇത്തരത്തിലുള്ള പാർക്കുകളും വാക്ക് വേകളൊക്കെ ഉണ്ടെങ്കിൽ അത് സജസ്റ്റ് ചെയ്യാം. നമ്മൾ ആദ്യം ഫോക്കസ് ചെയ്യുന്നത് എറണാകുളം ജില്ലയിലാണ്. അപ്പോൾ വന്നു പോകാൻ പറ്റുന്ന രീതിയിലുള്ള വാക്കുകളൊക്കെ ഉണ്ടെങ്കിൽ, സജീവമായി നിൽക്കുന്ന സ്ഥലങ്ങളുണ്ടെങ്കിൽ അതൊക്കെ പ്രേക്ഷകർക്ക് നമ്മുടെ കമന്റ് ബോക്സിൽ കുറിയാം. നമ്മുടെ സുരേന്ദ്രകുമാർ PM പറയുന്നു, ഫ്ലാസ്കിൽ ചായ എടുത്തോ ഇല്ലെങ്കിൽ എവിടെ നിന്ന് കൊടുക്കും? അപ്പുറത്തൊരു ചായക്കട ഞാൻ വന്നപ്പോൾ തന്നെ നോട്ടം ഇട്ട് വെച്ചിട്ടുണ്ട് ചേട്ടാ. ഞങ്ങൾ അവിടെ നിന്ന് ചായ കുടിക്കാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോ എന്തായാലും നമുക്ക് നേരത്തെ സന്തോഷ് ട്രോഫിയുടെ കാര്യം പറഞ്ഞപ്പോൾ എന്താണ് ബ്ലാസ്റ്റേഴ്സിന്റെ കാര്യം പറയാത്തത് എന്ന ചില പ്രേക്ഷകർ കൂടി ചോദിക്കുന്നുണ്ട്. അപ്പൊ അവർക്ക് ആ അപ്ഡേഷൻ കൂടി നമുക്ക് കൊടുത്താലോ? അതെ, ISL കേരള ബ്ലാസ്റ്റേഴ്സിന് ഈ വർഷത്തെ അവസാന മത്സരമാണ്. രാത്രി 7:30 നടക്കുന്ന എവേ മത്സരത്തിൽ ജംഷഡ്പൂരാണ് എതിരാളികൾ. കടം വീട്ടാനും കലിപ്പടക്കാനും കഴിയാതെ മറ്റൊരു കൊല്ലം കൂടി കടക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. നല്ല ഓർമ്മകൾ അധികമൊന്നുമില്ലാത്ത 2024 അവസാന പോരിനിറങ്ങുമ്പോൾ ഒറ്റ ലക്ഷ്യം മാത്രം, ജയത്തോടെ ഈ വർഷം അവസാനിപ്പിക്കണം. തുടർത്തോൽവികൾക്കൊടുവിൽ മുഹമ്മദൻ സ്പോർട്ടിങ്ങിനെതിരെ കിട്ടിയ ജയം അക്ഷരാർത്ഥത്തിൽ ജീവവായുവാണ് ബ്ലാസ്റ്റേഴ്സിന്. പരിശീലകൻ മിഖായേൽ സ്റ്റാറയെ പുറത്താക്കിയ ശേഷമുള്ള മത്സരത്തിൽ സ്റ്റാർ സ്ട്രൈക്കർ ഹെസൂസീമിനെ ഇല്ലാഞ്ഞിട്ടും 3 ഗോളിനായിരുന്നു കൊമ്പന്മാരുടെ ജയം. ആ ആവേശം ഉൾക്കൊണ്ട് കളിച്ചാൽ ജംഷഡ്പൂരിനെയും വീഴ്ത്താം. പ്ലേ ഓഫ് പ്രതീക്ഷകൾ നിലനിർത്താനുമാവും. കാൽമസിലിനേറ്റ പരിക്കുമൂലം ഹെസൂസിന് ഇന്നും കളിക്കാനാവില്ല. നോവാസദുവും ക്വാമി പെപ്രയും അഡ്രിയാൻ ലൂണയും ആക്രമണത്തിലെ ആ കുറവ് പരിഹരിക്കുമെന്ന് കരുതാം. സസ്പെൻഷനിലുള്ള ഹോർമി പാമ്പിന് പകരം പ്രതിരോധത്തിലേക്ക് പ്രീതം കോട്ടാൽ എത്തുമെന്നതാണ് ടീമിൽ പ്രതീക്ഷിക്കാവുന്ന ഒരു മാറ്റം. നേർക്കുനേർ പോരിൽ ജംഷഡ്പൂരിനെതിരായ നേരിയ മുൻതൂക്കവും ബ്ലാസ്റ്റേഴ്സിന് ആത്മവിശ്വാസം നൽകുന്നു. 16 കളികളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് 5 എണ്ണത്തിൽ ജയിച്ചപ്പോൾ ജംഷഡ്പൂർ ജേതാക്കളായത് 3 എണ്ണത്തിൽ മാത്രം. അതേസമയം ജയത്തോടെ 5ാം സ്ഥാനത്തേക്ക് ഉയരാമെന്ന പ്രതീക്ഷയോടെയാണ്
ഖാലിദ് ജമീലിന്റെ ജംഷഡ്പൂർ സ്വന്തം കാണികൾക്ക് മുന്നിലിറങ്ങുന്നത്. സ്പോർട്സ് ഡെസ്ക് 24. അപ്പൊ ബ്ലാസ്റ്റേഴ്സ് ബ്ലാസ്റ്റ് ആവട്ടെ. കഴിഞ്ഞ ബ്ലാസ്റ്റ് ആവട്ടെ എന്ന് ഉദ്ദേശിച്ചത് പോസിറ്റീവായിട്ട്. ബ്ലാസ്റ്റേഴ്സിന്റെ പേര് അതുകൊണ്ടാണല്ലോ ഇട്ടത്. നമ്മൾ ബ്ലാസ്റ്റ് ആയിട്ടാണ് എല്ലാ കാര്യങ്ങളും ഇടപെടുന്നത്. ഓക്കെ, മുതലാളി നമ്മൾ ചോദിച്ചിരുന്നല്ലോ ചില സജഷൻസ്. അപ്പോ സയ്യിദ് പറയുന്നു വയനാട്ടിൽ വന്നിട്ട് മോർണിംഗ് വാക്ക് ചെയ്യണം എന്ന് പറയുന്നു. പിന്നീട് നമ്മളോട് ഇടുക്കി നോക്കൂ എന്ന് മുബാറക്ക് പറയുന്നു. നിലമ്പൂർ വാക്ക് വേയിൽ വരാൻ ഇൻഷാദ് പറയുന്നു. ജംസീർ പറയുന്നു. അല്ല, അതിനുശേഷമുള്ള സജഷൻസ് ആണ്. ജംസീർ പറയുന്നു മലപ്പുറം ജില്ലയിൽ വയറ് നിറയ്ക്കാം മനസ്സും നിറയ്ക്കാം എന്ന് പറയുന്നു. മൂലമറ്റം റോഡ് വാഗമൺ വരണമെന്ന് ജോസഫ് KS പറയുന്നു. അങ്ങനെ എറണാകുളത്തിന് പുറത്തുള്ള ഒരുപാട് സജഷൻസ്. രവികുമാർ PB, നിങ്ങളുടെ പ്രൊഡ്യൂസർ ബ്രേക്ക് പറയാൻ മാത്രമേ വാ തുറക്കൂ, മെസ്സേജ് വായിക്കാൻ പറയില്ലേ എന്ന് പറയാറുണ്ടല്ലോ, നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. യെസ്, നമുക്ക് അടുത്ത റിപ്പോർട്ടിലേക്ക് പോയാലോ. ഒരു സന്തോഷമുള്ള ഒരു റിപ്പോർട്ട് പ്രേക്ഷകരുമായി പങ്കുവെക്കാനാണ് നമ്മൾ ഇനി ആഗ്രഹിക്കുന്നത്. കാസർഗോഡ് ജില്ലയിൽ 24 കണക്റ്റും ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും സംയുക്തമായി നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ തറക്കല്ലിടൽ നടന്നു. ചെമ്മനാട് പഞ്ചായത്തിലെ ഷെരീഫ് റഷീദ ദമ്പതികൾക്കാണ് ഇത്തവണ വീട്. 4 മക്കൾ ഉൾപ്പെടെ 6 അംഗ കുടുംബം. ഓട്ടോ ഡ്രൈവറായ ഷെരീഫിന് ലഭിക്കുന്ന തുച്ഛമായ തുകയാണ് 2 പെൺകുട്ടികൾ ഉൾപ്പെടെയുള്ള കുടുംബത്തിന്റെ മൊത്തം വരുമാനം. പലപ്പോഴും അസുഖബാധിതനായ ഷെരീഫിന്റെ ചികിത്സയ്ക്ക് പോലും ഈ തുക തികയാറില്ല. പഞ്ചായത്തിലും മറ്റും വീടിനായി അപേക്ഷ നൽകിയെങ്കിലും ഫലമുണ്ടായില്ല. അപേക്ഷ 2 വർഷമായി ഞാൻ പഞ്ചായത്തിൽ പോയിട്ടുണ്ടായിരുന്നു. പഞ്ചായത്തിൽ പോയിട്ടാണ് പറഞ്ഞു അപേക്ഷ ഇപ്പോൾ സ്വീകരിക്കുന്നില്ല അറിഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു മെസ്സേജ് കാണിച്ചു നമ്മളൊരു കൂട്ടുകാരൻ പൈസൽ. 24 ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും ഒരുപാട് നന്ദിയുണ്ട് ഇങ്ങനൊരു വീട് അനുവദിച്ചതിൽ. സമൂഹത്തിൽ കഷ്ടത അനുഭവിക്കുന്ന കുടുംബങ്ങൾക്ക് 24 കണക്റ്റിന്റെ സഹായം ഒരു താങ്ങാണെന്ന് സാമൂഹിക പ്രവർത്തകർ റംല. അപ്പോൾ നമുക്ക് അടുത്ത് അറിയുന്നത് കൊണ്ട് നമുക്ക് 24 ചിത്രപ്പള്ളിന് ഇങ്ങനെ ഒരു ഇതുണ്ടെന്ന് പറഞ്ഞത് കൊണ്ട് ഒരപേക്ഷ കൊടുക്കുക. ഇങ്ങനെ സർവീസ് ചെയ്യുന്ന ഒരാളിങ്ങനെ അപേക്ഷ പറഞ്ഞ് നമുക്ക് കൊടുത്ത് നോക്കാറ് കൊടുത്ത് അൽഹംദുലില്ലാ ഇപ്പോൾ നിങ്ങളിത് കിട്ടിയത് കൊണ്ടും ഇനി ഒരുപാട് പേർക്ക് കൊടുക്കാൻ ഇപ്പോൾ നീലീശ്വരം കൊടുത്തതും ഇതെല്ലാം നമുക്ക് അറിഞ്ഞിട്ടുണ്ട്. ജില്ലയിൽ കൂടുതൽ വീടുകൾ അനുവദിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് 24 കണക്റ്റും ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും. ഏറ്റവും വലിയ ഭാഗ്യമാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ വീട് 10ാമത്തെ വീട് ഇവിടെ അനുവദിച്ചെന്നുള്ളത്. സജി സാറിനെ പോലുള്ളവരുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് ഒരുപാട് ലിസ്റ്റ് വന്നിട്ടുണ്ട്. അതിൽ സെലക്ട് ചെയ്തിട്ടായിരിക്കും വരുന്നത്. ഷെരീഫ് റഷീദ ദമ്പതികൾക്കുള്ള വീട് നിർമ്മാണം വേഗത്തിൽ പൂർത്തിയാക്കാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. 24 കാസർഗോഡ്. യെസ്, അപ്പോൾ അതാണ് സന്തോഷകരമായ ഒരു വാർത്തയാണ്. നമ്മളിതാ ഈ NGO ക്വാർട്ടേഴ്സ് ജംഗ്ഷനിൽ വന്നപ്പോൾ ഇവിടെ വളരെ വ്യത്യസ്തമായ ഒരു കാഴ്ച കണ്ടു. നമുക്ക് ആ കാഴ്ച ഒന്നുകൂടി അടുത്തറിയാം. ഗുഡ് മോർണിംഗ് ചേട്ടാ. ഇതിങ്ങനെ എല്ലാ ദിവസവും കൊടുക്കും. ഒത്തിരി പ്രാവുകൾ വരുമോ? പ്രാവുകൾക്കും ഈ നായകൾക്കും ബിസ്ക്കറ്റ് ഇട്ട് കൊടുക്കുന്നത്. അതാ കൊറോണ സമയത്ത് പട്ടിണിയായിരുന്നില്ലേ, അപ്പൊ തുടങ്ങിയതാ. ഇങ്ങനെ പൊടിച്ചു കൊടുക്കൂലേ? കൈന്ന് കഴിക്കോ? കഴിക്കും. അതിന്റെ ആളാ. അടിപൊളി. അതെ, ചാരക്കളത് കണ്ട. അപ്പൊ ഇവരൊക്കെ കൃത്യമായിട്ട് അറിയാല്ലേ, അവർക്ക് സ്വഭാവം അറിയാല്ലേ. വീട് എവിടെയാ ചേട്ടൻ്റെ വീട്? എന്റെ വീട് ഇവിടെ തന്നെ അടുത്ത് തന്നെയാണ് വരുന്നത്. അതെ, പരിചയം ഇല്ലാത്തതുകൊണ്ടായിരിക്കും തോന്നുന്നു. പരിചയം വേണ്ട, നമ്മ ദ്രോഹിക്കില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാലേ. അതെ അതെ. എത്ര കവറ്? രണ്ട് കവറ്. പിന്നെ അരിയും കൊടുക്കും. പിന്നെ അവിടെ ഉണ്ട്, അത് കാത്തിരിക്കണ. ഓക്കെ. ചേട്ടാ പോലെ ഒരു സെക്കൻഡ് നമ്മൾ ചേട്ടന്റെ ഈ നല്ല പ്രവൃത്തിയില് വിവേകം ഒരു കലണ്ടർ തരുമോ? അപ്പോൾ അതിന് ഞങ്ങളുടെ വക ഒരു കുഞ്ഞു ഗിഫ്റ്റാണ്, വളരെ കുഞ്ഞു ഗിഫ്റ്റ്. അപ്പോൾ അടുത്ത വർഷം ചേട്ടൻ നന്നാവട്ടെ. ഹാപ്പി 2025. അപ്പോൾ ഇതുപോലെയുള്ള നല്ല കാര്യങ്ങളൊക്കെ തുടരുക. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും ഒരു പ്രചോദനമാവട്ടെ. അപ്പോൾ അതാണ് പ്രാവുകൾക്കും ഇവിടെ ഒരുപാട് ഈ പറയുന്നത് പോലെ തെരുവ് നായ്ക്കളുണ്ട്. അവരെല്ലാം കാത്തു നിൽക്കുന്നുണ്ട്. നോക്കിക്കേ, ഇത് പ്രാവുകൾ, പക്ഷികളാണ്, നായ്ക്കളാണ്, പക്ഷെ അവര് പരസ്പരം ഉപദ്രവിക്കുന്നില്ല. നമുക്ക് വാർത്തയിലേക്ക് പോവാം. സമീർ C മുഹമ്മദ് കോഴിക്കോട് നിന്ന് തയ്യാറായി നിൽക്കുന്നു ആ വാർത്തയുടെ വിവരങ്ങൾ നൽകാൻ. ചോദ്യപേപ്പർ ചോർച്ചാ കേസിൽ ആരോപണ വിധേയരായ MS സൊല്യൂഷൻസിലെ അധ്യാപകർ ചോദ്യം ചെയ്യലിനായി നാളെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ഹാജരായേക്കും എന്നൊരു വാർത്ത വരുന്നുണ്ട്. നാളെ ഹാജരായില്ലെങ്കിൽ കസ്റ്റഡിയിൽ എടുത്ത് ചോദ്യം ചെയ്യും എന്ന് നേരത്തെ ക്രൈംബ്രാഞ്ച് ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു. സമീർ C മുഹമ്മദാണ് കോഴിക്കോട് നിന്ന് ചേരുന്നത്. സമീർ, വെരി ഗുഡ് മോർണിംഗ്. ഈ ഒരു കേസിൽ അധ്യാപകരുടെ മൊഴിയെടുപ്പിന് നോട്ടീസ് നൽകിയിരുന്നു. MS സൊല്യൂഷൻസിന്റെ ഉടമസ്ഥരെ കാണാനില്ല എന്ന വാർത്തയുണ്ടായിരുന്നു. അപ്പോൾ ഈ വിഷയങ്ങളിലൊക്കെ ഏത് തരത്തിലുള്ള നടപടികളാണ് ഉണ്ടാവുക?
ഗുഡ് മോർണിംഗ് പ്രജിൻ ആൻഡ് ക്രിസ്റ്റീന. വളരെ ശക്തമായ നടപടികളിലേക്കാണ് ക്രൈംബ്രാഞ്ച് സംഘം പോകുന്നത്. ക്രിസ്മസ് ചോദ്യപേപ്പർ പരീക്ഷ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ഇതുവരെ 2 തവണയാണ് ഈ ആരോപണ വിധേയരായിട്ടുള്ള MS സൊല്യൂഷൻസിലെ അധ്യാപകർക്ക് ക്രൈംബ്രാഞ്ച് സംഘം നോട്ടീസ് നൽകിയിരുന്നത്. 2 തവണയും അവർ ഹാജരായില്ല. ഒരിക്കൽ കൂടി നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഇനിയും ഇവർ ഹാജരാകുന്നില്ല എങ്കിൽ ഇവരെ കസ്റ്റഡിയിലെടുത്ത് വിശദമായിട്ട് ചോദ്യം ചെയ്യും എന്ന കാര്യമാണ് അന്വേഷണ സംഘം വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ഒരുപക്ഷെ ഈ അധ്യാപകർ നാളെ ക്രൈംബ്രാഞ്ച് മുന്നിലെത്തിക്കൊണ്ട് മൊഴി നൽകും എന്നുള്ള കാര്യമാണ് നമുക്ക് ലഭ്യമാവുന്നത്. ഇതോടൊപ്പം തന്നെയാണ് ഈ സംഭവം വിവാദമായതിൻ്റെ പശ്ചാത്തലത്തിൽ ഒപ്പം തന്നെ മുൻകൂർ ജാമ്യാപേക്ഷയുമായി ഇതിൻ്റെ CEO എത്തുകയും ചെയ്തിരുന്നു. മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് അടുത്ത 31-ലേക്ക്, അതായത് മറ്റന്നാളിലേക്ക് കോടതി മാറ്റിവെച്ചിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ഇയാളെ കണ്ടെത്തുന്നതിന് വേണ്ടിക്കൊണ്ട് ക്രൈംബ്രാഞ്ച് സംഘം ലുക്കൌട്ട് സർക്കുലറാണ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഈ പ്രതിയുമായി ബന്ധപ്പെട്ട് ലഭ്യമാകുന്ന വിവരങ്ങളെല്ലാം തന്നെ പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. ഒപ്പം തന്നെ മറ്റു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, ഇതിൽ 2 ചോദ്യങ്ങളാണ്. അതായത് SSLC പരീക്ഷയുടെ ഇംഗ്ലീഷ് ചോദ്യപേപ്പറും അതുപോലെ +1 പരീക്ഷയുടെ കണക്ക് പരീക്ഷാ ചോദ്യപേപ്പറുമാണ് ചോദിക്കുന്നത്. അത് കൃത്യമായി എങ്ങനെ ഇവർക്ക് പ്രവചിക്കാൻ കഴിഞ്ഞു എന്നാണ് പോലീസിൽ കണ്ടെത്തേണ്ടത്, ക്രൈംബ്രാഞ്ചിൽ കണ്ടെത്തേണ്ടത്. അതിൻ്റെ ഭാഗമായിക്കൊണ്ട് ഇവർ ഉപയോഗിച്ചിരുന്ന കമ്പ്യൂട്ടർ ഉൾപ്പെടെ ലാപ്ടോപ്പ് ഉൾപ്പെടെ അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്ത് വിശദമായിക്കൊണ്ട് ചോദ്യം ചെയ്തു വരുന്നു. അതോടൊപ്പം തന്നെ വിശദമായിക്കൊണ്ട് പരിശോധിച്ച് വരികയാണ്. കൂടാതെ മറ്റു പ്രധാനപ്പെട്ട കാര്യം, ഈ വീഡിയോ എങ്ങനെയാണ് ഇവർ അപ്ലോഡ് ചെയ്തത്, എപ്പോഴാണ് അപ്ലോഡ് ചെയ്ത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം കണ്ടെത്തേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങൾക്ക് വേണ്ടിക്കൊണ്ട് യൂട്യൂബിന് ഒരു മെയിലും അന്വേഷണ സംഘം അയച്ചിട്ടുണ്ട്. അതിന് കൂടി മറുപടി ലഭിക്കുന്ന മുറയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയിലാണ്. ഒപ്പം ഒളിവിൽ കഴിയുന്ന പ്രതി ഈ കൊടുവള്ളി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന MS സൊല്യൂഷൻസിൻ്റെ CEO ഷുഹൈബിനെ കണ്ടെത്താനുള്ള അന്വേഷണ സംഘം ഊർജിതമാക്കിയിട്ടുണ്ട്. പ്രജിൻ, ക്രിസ്റ്റീന. ശരി, സമീർ C. മുഹമ്മദാണ് കോഴിക്കോട് നിന്നും വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. നമ്മുടെ പ്രേക്ഷകരും ചേരുന്നുണ്ട്. പവിത്രൻ പാതിരപ്പറ്റ ചോദിക്കുന്നു, 24-ന് ഒരു കലണ്ടർ കിട്ടാൻ എന്താണ് വഴി? ഒരു ദിവസം നമ്മൾ നടക്കുന്ന വഴിയിൽ വന്നേക്ക് ഉറപ്പായിട്ട് നമ്മളൊരു കലണ്ടർ തന്നിരിക്കും. അതെ, വരേണ്ടി വരും. അതെ. പക്ഷേ ഈ കാസർഗോഡ് നായ്ക്കുട്ടിപ്പാറ, അതുപോലെ തന്നെ കാക്കനാട് ചിറ്റേത്തുകര ബണ്ട് റോഡ് വോക്ക് വേ ഞങ്ങൾ വന്നതാണല്ലോ ഒരു ദിവസം. അനു ഗോപിനാഥ് പറയുന്നുണ്ട്. അബ്ദുള്ള കെ, ചെറുതുരുത്തി വള്ളത്തോൾ കലാമണ്ഡലം ക്യാമ്പസിനുള്ളിൽ ഒരു മോർണിംഗ് വാക്കിന് വരാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട് അബ്ദുള്ള. ആരിഫ് അഹമ്മദ് കാസർഗോഡ് നായ്ക്കുട്ടിപ്പാറ വരാൻ പറയുന്നുണ്ട്. അപ്പോ വള്ളത്തോൾ അല്ലെ, കേരള കലാമണ്ഡലം ക്യാമ്പസിനുള്ളിൽ ഒരു തവണ മോർണിംഗ് വാക്കിന് വരാമോ എന്നല്ലേ. വെറൈറ്റി ഉണ്ട്. ഗോപിനാഥൻ, 2 പേർക്കും ഗുഡ് മോർണിംഗ്. ഡൽഹിയിൽ നല്ല തണുപ്പാണ്, ഇവിടെ വന്നാൽ ഇഞ്ചിയും ഇളക്കോ അതെന്താ ഏലക്കായിരിക്കും. ഓക്കെ, ഏലക്ക ഇട്ട് നല്ല ചായ തരാമെന്ന് പറയുന്നത്. അപ്പോൾ സന്തോഷം. എന്തായാലും വെൽക്കം ബാക്ക്. മോർണിംഗ് വാക്ക് നമ്മൾ ഇന്ന് തുടങ്ങിയത് എവിടെ നിന്നാണെന്ന് പ്രേക്ഷകർ കണ്ടതാണ്. വലിയൊരു പപ്പാഞ്ഞി നമ്മുടെ അടുത്തുണ്ട്. ഈ NGO ക്വാർട്ടേഴ്സ് സർക്കിളിലാണ് ഉള്ളത്. അവിടെ നമ്മുടെ ഈ ടീം, അതായത് സമീക്ഷ എന്ന് പറയുന്ന ക്ലബിന്റെ ഭാരവാഹികളൊക്കെ ഉണ്ട്. മിസ്റ്റർ ഹരീഷാണ് അല്ലെ. ഗുഡ് മോർണിംഗ്. അപ്പോൾ സമീക്ഷയുടെ 32ാം വാർഷികം ഗംഭീരമാകാൻ പോകുന്നു. വലിയ പപ്പാഞ്ഞി ചെയ്തിട്ടുണ്ട്. എന്താ പരിപാടി? തീർച്ചയായിട്ടും ഞങ്ങളിവിടെ ഒരു 32 കൊല്ലമായിട്ട് ഈ ഇവിടെ സാമൂഹിക രംഗത്തും പ്രവർത്തനമായിട്ട് നടക്കുന്ന ഒരു ചെറിയ ക്ലബ്ബായിരുന്നു. ഞങ്ങളിവിടെ ഈ ഒരു 100-100 ചില്ലാനം മെമ്പേഴ്സ് ക്ലബ്ബിൽ അംഗങ്ങളായിട്ടുണ്ട്. അതിൽ ശരിക്കും SIമാരുണ്ട്, GP ഉണ്ട്, അങ്ങനെ ഇവിടുത്തെ കൗൺസിലർമാരുണ്ട്. ഞങ്ങൾ ചെറിയ പരിപാടികളൊക്കെ ആയിട്ട് ഇങ്ങനെ നീങ്ങിയായിരുന്നു. പക്ഷേ ഇവിടെ ഈ കാക്കനാട് നൈറ്റ് ലൈഫും പിന്നെ ഈ IT സെക്ടറും കൂടെ ഞങ്ങളുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ പരിപാടി അധികം ഗംഭീരമാക്കി കളഞ്ഞു. അപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഈ കൊച്ചിൻ കാർണിവൽ പോലെ ഒരു പരിപാടി അവർ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെന്ന് ഇവിടെ. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങളിത് ഇത്തിരി വിപുലമായിട്ട് ചെയ്യാം. കത്തിക്കുമല്ലേ? പപ്പഞ്ഞ കത്തിക്കാണ്. പിന്നെ അതിനെക്കുറിച്ച് ഇത്തവണ തൃക്കാക്കര കാർണിവൽ എന്ന് പറഞ്ഞിട്ട് പേര് അങ്ങനെയാണ് ഞങ്ങൾ അത് തന്നെ. ഇത്രയും ഈ വലിയ പപ്പാഞ്ഞിയുടെ ശില്പി തന്നെ നിൽക്കുന്നത് 2 പേരുമാണ് അതിന്റെ മെയിൻ ആൾക്കാർ. രാജു രാജു അതിന് കൂടുതൽ ഹെൽപ്പ് ചെയ്ത് കരീം തന്നെ ഉണ്ടാക്കിയത്. ഇത്രയും ഗംഭീരമായിട്ട്, കാരണം ഇതൊരു മാസത്തെ അധ്വാനമാണ് ഇതെല്ലാവരും കൂടെ. കാരണം ഇതിന് ഞങ്ങൾ പുറത്തുനിന്ന് പണിക്കാരൊന്നും ആരും ഇതില്ല. ഇത് ക്ലബ്ബിലെ അംഗങ്ങൾ തന്നെ എല്ലാവരും കൂടെ നിന്ന് ചെയ്താൽ അതാണ് ഞങ്ങളുടെ ഈ ക്ലബിന്റെ സഹകരണം. സമീക്ഷ അടിപൊളിയായിട്ട് പോട്ടെ. അതെ, 2025-ല് നിങ്ങളുടെ എല്ലാ പരിപാടികൾക്കും ആശംസകൾ. അപ്പൊ ഈ ഒത്തൊരുമയും എല്ലാം ഇതെല്ലാം എടുക്കാം. നിങ്ങൾ പറഞ്ഞു. തീർച്ചയായിട്ടും വേറൊരു കാര്യം കൂടി ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇപ്പൊ ഞങ്ങൾ തന്നെ നട്ടുപിടിപ്പിച്ചേക്കുന്ന മരങ്ങളാണ് ഇതൊക്കെ. അപ്പൊ ഇതെല്ലാം സംരക്ഷിച്ചുകൊണ്ടായിരിക്കും ഇത് കത്തിക്കുന്നത്. കാരണം അതിൽ ഞങ്ങൾ കുറച്ച് പദ്ധതികളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ വെള്ളമൊക്കെ നനച്ച് ഞങ്ങൾ ചാക്കൊക്കെ ഇട്ട് ഇണങ്ങി തന്നെയാണ് ചെയ്തിട്ടുള്ളത്. നന്നായി. 31st നൈറ്റിനാണ് ഞങ്ങളുടെ പൊതുസമ്മേളനം പരിപാടികളൊക്കെ 7 മണിക്ക് ആരംഭിക്കും. അന്ന് നിങ്ങൾ എല്ലാവരെയും വെൽക്കം ചെയ്യുന്നു. അതിന്റെ ഉദ്ഘാടനം നമ്മുടെ പ്രേക്ഷകരെ കണ്ടോണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അവർക്കെല്ലാം സ്വാഗതമാണ്. ഇതിൽ വേറൊരു കാര്യം കൂടെ പറയാനുള്ളത്, ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഇവിടുത്തെ ഈ കുറച്ച് കിടപ്പ് രോഗികൾക്ക് ഇവിടുത്തെ കൗൺസിലർമാരൊക്കെ
ബാങ്കുമായിട്ട് സഹകരിച്ചിട്ട് ഞങ്ങൾ ഒരു 1.5 ലക്ഷം രൂപ അനുമതിയുള്ള ചാരിറ്റിയായി ചെയ്തായിരുന്നു. അപ്പോൾ ഇപ്പോഴാണ് അതിൽ കൂടുതൽ ചെയ്യാനുള്ള പദ്ധതിയൊക്കെയാണ്. ചേട്ടാ ഒരു കാര്യം കൂടി പറയട്ടെ, അവിടെ നമ്മുടെ ആ ചേച്ചി ലോട്ടറി വെക്കുന്ന ചേച്ചി ഒരു കിഡ്നി പേഷ്യന്റ് ആണെന്ന് പറഞ്ഞു. നിങ്ങളുടെ മോർണിംഗ് ഷോയിൽ തന്നെ അത് കണ്ടു. ഞങ്ങൾ അത് കൺസിഡർ ചെയ്യും. ഞങ്ങൾ ഒരു 20ഓളം ആൾക്കാർ ഞങ്ങൾ ഓൾറെഡി കൊടുക്കുന്നുണ്ട്, ചാരിറ്റി കൊടുക്കുന്നുണ്ട്, കൺഫേം ചെയ്തിട്ടുണ്ട്. അത് കൂടും. കഴിഞ്ഞ വർഷം ഞങ്ങളൊരു 10 പേരെ ടാർഗറ്റ് ചെയ്തിട്ട് 17 പേർക്കോളം കൊടുത്തിരുന്നു. എന്നുവെച്ചാൽ പലരും അത് കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇത്തവണ നമ്മൾ 20 ടാർഗറ്റ് ചെയ്തേക്കുന്നത്. എന്തായാലും അത് എക്സീഡ് ചെയ്യുന്ന ഉറപ്പാണ്. ഞങ്ങൾക്ക് കഴിയാവുന്ന സഹായം ഷുവറായിട്ടും അവർക്ക് ചെയ്യും. ആ സമയത്ത് തന്നെ ഇടപെട്ടതിൽ നമ്മള് ഫെസ്റ്റിന്റെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഗംഭീരമായ പുതുവത്സര ആഘോഷമാണ് സമീക്ഷ ഒരുക്കുന്നത്. ആ സമയത്ത് നമുക്കൊന്ന് ശാന്തിഗിരി ഫെസ്റ്റിൽ വിവിധമായ കാഴ്ചകൾ മാത്രമല്ല പാരമ്പര്യ ചികിത്സാ രീതിയായ സിദ്ധ വൈദ്യത്തെക്കുറിച്ചുള്ള അറിവും കൂടി പകരുന്നുണ്ട്. ദക്ഷിണേന്ത്യയിൽ പരിണമിച്ച പരമ്പരാഗത ചികിത്സാ സമ്പ്രദായമാണ് സിദ്ധവൈദ്യം. തമിഴ്നാടാണ് സിദ്ധവൈദ്യത്തിന്റെ ആരംഭമെങ്കിലും കേരളത്തിലും പ്രചാരത്തിലുണ്ട്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ ചികിത്സാ രീതി അറിയാൻ ശാന്തിഗിരിയിലെത്താം. ഇന്ന് നമ്മുടെ ഈ ഒരു സ്റ്റോളിൽ നമ്മൾ സിദ്ധവൈദ്യത്തിനെ പറ്റിയുള്ള ജനങ്ങൾക്ക് ഇതിനെപ്പറ്റിയുള്ള ഒരു അവയർനെസ് കൊടുക്കുന്ന രീതിയിലാണ് നമ്മളിവിടെ ക്രമീകരിച്ചിട്ടുള്ളത്. അത് തന്നെ സിദ്ധവൈദ്യത്തിൽ നമ്മളുടെ പ്രദേശത്തെ ഭൂപ്രകൃതി 5ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. കുറിഞ്ചി, മുല്ലൈ, മരുതം, നെയ്തൽ, പാല എന്ന് പറഞ്ഞ്, അതായത് മലനിരകളും ഫോറസ്റ്റും ഫെർട്ടൈൽ ലാൻഡായിട്ടും ഡെസർട്ടായിട്ടും കോസ്റ്റൽ റീജിയനായിട്ട് 5ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ 5 പ്രദേശങ്ങളിലും വരുന്ന പ്രത്യേക അസുഖങ്ങളെ പറ്റിയും അതിനുള്ള പ്രതിവിധികളെ പറ്റിയും എല്ലാം സിദ്ധവൈദ്യത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. സിദ്ധ ഔഷധ സമ്പ്രദായം അനുസരിച്ച് ഭക്ഷണരീതി ആരോഗ്യത്തിലും രോഗമുക്തിയിലും വലിയ സ്വാധീനം ചെലുത്തുന്നുവെന്നാണ്. അത്തരം ഭക്ഷണങ്ങളും സ്റ്റോളിൽ രുചിച്ചറിയാം. ഇന്ന് നമ്മളുടെ നിലവിലെ സാഹചര്യത്തിൽ ഒരുപാട് അസുഖങ്ങൾക്ക് കാരണം നമ്മുടെ ജീവിതശൈലിയിൽ വന്ന മാറ്റങ്ങളും നമ്മുടെ ആഹാര രീതിയിൽ വന്ന മാറ്റങ്ങളും അത് കഴിക്കുന്ന സമയങ്ങളിൽ വന്ന മാറ്റങ്ങളാണ്. അതിനെപ്പറ്റി വളരെ വിശദമായി നമ്മൾ സിദ്ധവൈദ്യത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. ഓരോ ആഹാരവും നമ്മൾ എങ്ങനെയാണ് കഴിക്കുന്നത്, അതിനെപ്പറ്റിയുള്ള ഔഷധ ഗുണങ്ങളെ പറ്റിയെല്ലാം നമ്മൾ സിദ്ധവൈദ്യത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. സിദ്ധവൈദ്യശാസ്ത്രത്തിലെ ചികിത്സാ രീതികൾ മുതൽ മരുന്നുകളും പുരാതന കാലത്ത് ഉപയോഗിച്ചിരുന്ന ശസ്ത്രക്രിയാ ഉപകരണങ്ങളും സ്റ്റോളിൽ ആളുകൾക്ക് കണ്ട് കേട്ടു മനസ്സിലാക്കാം. 24 തിരുവനന്തപുരം. അപ്പോൾ ഇന്നത്തെ മോർണിംഗ് വാക്ക് പൂർത്തിയാവുകയാണ്.